മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിപികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. നിങ്ങളുടെ അധ്വാനങ്ങളിലും പഠനങ്ങളിലും ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 4 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ കർത്താവീശോ മിശിഹ വിത്തിന്റെ ഉപമ പഠിപ്പിക്കുകയാണ്. ഒരു വിതക്കാരൻ വിതയ്ക്കാനായിട്ട് പുറപ്പെടുകയാണ്. പോകുന്ന വഴിയിൽ കുറെ വിത്തുകൾ വഴിയരികിൽ വീണു, പാറപ്പുറത്ത് വീണു, മുൾച്ചെടികൾക്കിടയിൽ വീണു, നല്ല നിലത്ത് വീണു. വഴിയരികിൽ വീണത് കുറെ പക്ഷികള് കൊത്തിക്കൊണ്ടുപോയി. പാറപ്പുറത്ത് വീണത് കരിഞ്ഞു പോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വീണത് അത് മുള്ളുകൾ ഞെക്കി നശിപ്പിച്ചു കളയുന്നു. നല്ല നിലത്ത് വീണത് ഫലം പുറപ്പെടുവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിത്ത് എല്ലായിടത്തും മുളച്ചു വന്നു. കാരണം വിത്ത് നല്ലതായിരുന്നു. പക്ഷേ സാഹചര്യങ്ങള് അതിനെ നശിപ്പിച്ചു കളയുക. നല്ല നിലത്ത് വീണതൊക്കെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക. നമ്മൾ ഓരോരുത്തരും വചനം കേൾക്കുന്നവരാണ്, വചനം വായിക്കുന്നവരാണ്, വചനം പ്രാർത്ഥിക്കുന്നവരാണ്. ബലിയർപ്പണങ്ങളിൽ നമ്മൾ വചനം ശ്രവിക്കാറുണ്ട്. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ നമ്മൾ വചനം വായിച്ച് കേൾക്കാറുണ്ട്. നമ്മൾ വ്യക്തിപരമായിട്ട് വചന പ്രഘോഷണങ്ങൾ കേൾക്കാറുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലദായകമാകുന്നുണ്ടോ? വചനം ശക്തിയുള്ളതാണ്, വചനം ഫലദായകമാണ്. അത് വെറുതെ തിരിച്ചു വരികയില്ല എന്നാണ് കർത്താവീശോ മിശിഹ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശക്തവും ഫലദായകവുമായ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലദായകമാകണമെങ്കിൽ നമ്മുടെ ഹൃദയം ഒരുക്കമുള്ള നിലം പോലെ ഒരുക്കമുള്ളതായിരിക്കണം. നല്ല നിലമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. നമ്മൾ ഓരോരുത്തരും അശുദ്ധിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഒരുക്കമില്ലാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമകളാണ് നമ്മളെങ്കിൽ ഓർത്തുകൊള്ളണം, നമ്മുടെ ഉള്ളിലേക്ക് വീഴുന്ന വചനമാകുന്ന വിത്ത് അത് വഴിയരികിൽ വീണതുപോലെയും പാറപ്പുറത്ത് വീണതുപോലെയും മുള്ളുകൾക്കിടയിൽ വീണതുപോലെയും വലിയ ഫലങ്ങളൊന്നും നൽകാതെ ക്ഷണികമായിട്ട് തീർന്നുപോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതാ. വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ചിലത് എന്തൊക്കെയോ നമുക്ക് ലഭിക്കുന്നുണ്ട്, നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിന്റെ യഥാർത്ഥ ഫലം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിലേക്ക് വീഴുന്ന വചനമാകുന്ന വിത്ത് നല്ല സ്ഥലത്തേക്കല്ല വീഴുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വചനം പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ അതിനൊരു കൃപയുണ്ട്. അത് നമ്മിൽ വചനം പ്രവർത്തിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെടും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നുവെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ പ്രവൃത്തികൾ നമ്മളിൽ വചനം വഴി നിറവേറ്റപ്പെടണമെങ്കിൽ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന വചനമാകുന്ന വിത്ത് നല്ല നിലത്ത് വീണം നല്ല ഹൃദയത്തിന്റെ ഉടമകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കുക, നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാ? നല്ല ഒരു ഹൃദയമാണോ നമുക്കുള്ളത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. നല്ല ഹൃദയത്തിന്റെ ഉടമകളായിട്ട് നാം മാറാം. അശുദ്ധിയും കപടതയും വെറുപ്പും വിദ്വേഷവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാം. നമ്മുടെ ഉള്ളിൽ നിന്ന് തിന്മയെ എടുത്തു മാറ്റാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് എന്റെ ഹൃദയം നല്ലൊരു ഹൃദയമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിക ഉപദ്രവങ്ങളും നാരകീയ ശക്തികളെയും പൈശാചിക അരൂപികളെയും തടസ്സങ്ങളെയും രോഗങ്ങളെയും അസ്വസ്ഥതകളെയും ബന്ധിച്ചു നിർവീര്യമാക്കി നിറയാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. തിന്മകൾ വിട്ടുമാറട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.